ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികൾ. ഇവ ഭൂമിയുടെ സർഫസിൽ നിന്നും ഏകദേശം 300 അടി താഴെയിലൂടെ ഭൂമിയിൽ വരാറുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ അടുത്ത് ഹാർവാർഡ് പ്രൊഫസറായ A.V. ലോബ് ഒരു അവകാശവാദം ഉന്നയിച്ചു. ഏലിയൻസ് കേൾഡ് ഡയമെൻഷൻസ്, അതായത് മറഞ്ഞിരിക്കുന്ന ഡയമെൻഷൻ, ഇതിലൂടെ ഭൂമിയിൽ വരാറുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന നമുക്കറിയാവുന്ന പ്രപഞ്ചമെന്നത് 3 ഡയമെൻഷനാണ്. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഇത് മൂന്നുമാണ് ആ 3 ഡയമെൻഷൻസ്. മറ്റൊന്ന് ഡയമെൻഷൻ ഓഫ് ടൈമാണ്. എന്നാൽ സ്ട്രിംഗ് തിയറി പ്രകാരം ഏതാണ്ട് 10ഓളം ഡയമെൻഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏലിയൻസ് ഈ ഡയമെൻഷനുകളിലൂടെ ട്രാവൽ ചെയ്യാറുണ്ടെന്ന കാര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. CERN അഥവാ യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ മെഷീനാണ് ദ ലാർജ് ഹാർഡൻ കൊളൈഡർ. ഇതെന്നത് ഒരു ഹൈലി എനർജി പാർട്ടിക്കിൾ കൊളൈഡറാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് പാർട്ടിക്കിൾസ് വളരെ വേഗത്തിൽ തമ്മിൽ കൊളൈഡ് ചെയ്യാനും അതുവഴി ബിഗ് ബാങ് ഉണ്ടായ സമയത്തെ പോലെ കണ്ടീഷൻസ് ഉണ്ടാവുകയും ഈ പ്രപഞ്ചത്തിൻ്റെ ജനനത്തെപ്പറ്റി പഠിക്കുക എന്നതുമാണ്. എന്നാൽ ഈ പരീക്ഷണങ്ങൾക്കിടയിൽ അവിടെ മറ്റൊരു ഡയമെൻഷനിലേക്കുള്ള ഒരു പാത്വേ ഓപ്പൺ ആയിട്ടുണ്ടെന്നും അതുവഴി ഏലിയൻസ് നമ്മുടെ ഭൂമിയിൽ വരാറുണ്ടെന്നുമാണ് A.V. ലോബ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് അവർ ഈ ഡയമെൻഷനുകളിലൂടെ ട്രാവൽ ചെയ്യുന്നത് ഒരു ടെക്നോളജി വെച്ചിട്ടാണ്. ഇതിനെ A.V. ലോബ് വിളിക്കുന്നത് ഡയമെൻഷൻ ഹോപ്പിംഗ് ടെക്നോളജി എന്നാണ്. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഫിസിക്സിലുള്ള ധാരണകൾ ആകെ മാറ്റിമറിക്കും. ദ പാരാനോർമൽ UFO കണക്ഷൻ എന്ന ഡോക്യുമെൻ്ററിയിൽ ലോബ് പറയുന്നത് പണ്ട് മനുഷ്യൻ ഗുഹയിൽ ജീവിച്ചിരുന്ന സമയത്തെ ഒരു മനുഷ്യനെ ഇപ്പോഴത്തെ ലോകത്ത് കൊണ്ടുവന്നാൽ അയാൾ ഈ ടെക്നോളജികൾ കാണുന്ന പോലെയായിരിക്കും നമ്മൾ ഏലിയൻസിൻ്റെ ടെക്നോളജി കാണുന്നത്. ലോബ് പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ ഡയമെൻഷനുകളിലൂടെയുള്ള സഞ്ചാരം കൂടുതൽ സേഫ് ആയിരിക്കുമെന്നാണ്. CERNലെ ശാസ്ത്രജ്ഞർ മറ്റ് 6 ഡയമെൻഷനുകളെപ്പറ്റി കൂടുതൽ പഠിക്കാനും ആ ഡയമെൻഷനുകളിൽ എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള പാർട്ടിക്കിളെ പറ്റി കൂടുതൽ പഠിക്കാനുമാണ് ശ്രമിക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സിലുള്ള നമ്മുടെ അറിവാണ് ഇൻ്റർനെറ്റ്, AI എന്നിങ്ങനെയുള്ള ടെക്നോളജിയിലെ ബേസിക് കാര്യങ്ങൾ. എന്നാൽ ഏലിയൻസിൻ്റെ ഈ ടെക്നോളജിയെ പറ്റി അറിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള മൊത്തം ധാരണ തന്നെ മാറും. മൊത്തത്തിൽ പറഞ്ഞാൽ ലോബിൻ്റെ ഈ ഐഡിയ നമുക്ക് ഈ പ്രപഞ്ചത്തെപ്പറ്റിയും ഭൂമിക്ക് പുറത്തുള്ള ജീവൻ്റെ സാധ്യതകളെപ്പറ്റിയും നമ്മൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ മാറ്റിമറിച്ചേക്കാം. നമ്മൾ ഈ പുതിയ ഡയമെൻഷനുകൾ കണ്ടുപിടിക്കുകയും അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ കൂടുതൽ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും.